ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ആയാലോ. ഞാനിന്നൊരു പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയും കൂടിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മളിവിടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവറിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാലയിലോട്ട് വേണ്ട സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയാണ്. ഇനി നമുക്ക് ഈ സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചായിരിക്കണം സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നല്ലവണ്ണം കരിഞ്ഞു പോകും. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി സവാള ഫ്രൈ ചെയ്ത ബാക്കി ഓയിലാണ് ഞാനിവിടെ മസാലയ്ക്ക് എടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 4 വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ബ്രൗൺ കളറാവും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ഒരു 3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലോട്ട് ഒരു കൈ നിറയെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലോട്ട് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ട റൈസാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് അളവിലുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് വേണ്ട സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ 2 കപ്പ് അളവിലുള്ള അരിക്ക് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യം. അപ്പോൾ 2 കപ്പിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് കഴുകി വെച്ച റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് ഇതൊന്ന് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റൈസ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്ക് നമ്മുടെ റൈസും ചിക്കനൊക്കെ ഒന്ന് ദം ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു സൈഡിലോട്ട് മസാലയും ഒരു സൈഡിലോട്ട് റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.